ഹായ് അലക്സ് ആയിരുന്നു. നമ്മൾ തിരുവല്ല കുറ്റൂര് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ റിനോവേഷൻ ആൻഡ് പാർട്ടീഷൻ പ്രൊജക്റ്റ് ആണിത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് കുറ്റൂർ എന്ന സ്ഥലത്താണ്. നോബിൾ സാറിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും വേണ്ടിയാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾറെഡി സ്ലാബ് ഓൾറെഡി ഒരു പഴയ ഒരു അലൂമിനിയം കിച്ചൺ ആയിരുന്നു ഓൾറെഡി നിലനിന്നിരുന്നത്. അപ്പോൾ ആ ഒരു കിച്ചന്റെ സ്ലാബ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, കാരണം അലൈൻമെന്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ പിന്നീട് ആ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയും അത് വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ പഴയ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ താഴത്തെ സ്ലാബ് ഉണ്ടായിരുന്നു, അതുപോലെ മിഡ് ക്യാബിനറ്റിനകത്ത് പഴയ സ്ലാബ് ഉണ്ടായിരുന്നു, അതുപോലെ ടൈൽസ് ഒക്കെ പഴയതായിരുന്നു. അപ്പൊ നമ്മൾ ചെറിയൊരു ഓൾട്ടറേഷൻ സാറോട് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡ് ക്യാബിനറ്റിന്റെ സ്ലാബ് എല്ലാം റിമൂവ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. അതുപോലെ ടൈൽസ് ഒക്കെ നമ്മൾ പഴയത് മാറ്റിയിട്ട് പുതിയ ഇലക്ട്രിക്കൽ പോയിന്റിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കിച്ചൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 2D 3D അതിന്റെ ഡിസൈനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ ഇതിന്റെ കിച്ചന്റെ ബോക്സ് വർക്ക് ഒക്കെ നമ്മൾ WPC ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ ഡോർ ഒക്കെ നമ്മൾ മറയാൻ പ്ലൈവുഡ് വെച്ച് ലാമിനേറ്റ് ഫിനിഷ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു കിച്ചന് വേണ്ട ആക്സറീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിങ്കിനകത്ത് നമ്മൾ വേസ്റ്റ് ബിന്ന്, ഡിറ്റർജന്റ് ഹോൾഡർ, പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജുകൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് അടുത്താണ് നമ്മുടെ ഈ വുഡ് ഹോബി ഏരിയ വരുന്ന ആക്സറീസുകൾ. അവിടെ നമ്മൾ താലി പ്ലേറ്റുകൾ, അതുപോലെ തന്നെ PVC കല്ലറി യൂണിറ്റുകൾ, അതുപോലെ തന്നെ അതുപോലെ തന്നെ കപ്പ് ആൻഡ് സോസർ യൂണിറ്റുകൾ, ഇതെല്ലാം ഈ 3 ആക്സറി യൂണിറ്റുകളും അവിടെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ താലി പ്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഓയിൽ പുള്ളോട്ടുകൾ, ഇങ്ങനെയുള്ള ആക്സറീസുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ ഗ്യാസ് സിലിണ്ടർ കട്ട് ചെയ്യുക, ഗ്യാസ് സിലിണ്ടർ ക്യാബിനറ്റ് അകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എയർ പാസേജ് പോകാനായിട്ടുള്ള ഗ്രില്ലുകൾ, അങ്ങനെയുള്ള വർക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ 2 വലിയ ടാൻഡം ബോക്സും ഡ്രോയേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ആക്സസറീസ് ഒക്കെ എക്കോയും ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, ചാനലുകളെല്ലാം എക്കോയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അടുത്തെല്ലാം സ്റ്റോറേജ് ഇട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കിച്ചന്റെ പ്രൊജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് GTPT ഒക്കെ ഉണ്ട്, അത് നമ്മൾ സിങ്കിന്റെ ഏരിയയിൽ നമ്മൾ GTPT ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ സ്റ്റോറേജുകൾ, അതുപോലെ തന്നെ ചെറിയ ഓപ്പൺ ബോക്സുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിനകത്ത് ഈ ലോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ലോഫ്റ്റ് ഒന്നും നമ്മൾ പൊട്ടിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. ആ ലോഫ്റ്റ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് റിനോവേഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ GTPT ആക്സറീസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിന്റെ പ്രൊവിഷൻ ഒക്കെ അതനുസരിച്ച് ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് ആയിരുന്നു നമുക്ക് ഇതിനകത്തുള്ള ഒരു ഇന്റീരിയർ പ്രൊജക്ട് നമുക്ക് ഈ ഒരു ഇതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രൊജക്ട് പാർട്ടീഷൻ, അതൊരു സിംഗിൾ ഹാളായിട്ടായിരുന്നു ഇത് കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഹാളിനെ നമ്മളൊരു പാർട്ടീഷൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഡൈനിങ് ഏരിയ, ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചു. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഷെൽഫ് ഒക്കെ ഉണ്ടായിരുന്നു വലതുവശത്ത്, അതെല്ലാം ഓൾറെഡി കെട്ടി അടച്ചിട്ട് ആണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഈ പാർട്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി, ഇത് ലിപ്പൊക്കെ നമ്മൾ ഇതിന്റെ എഡ്ജ് ബാൻഡ് ഒക്കെ നമ്മൾ ഫാക്ടറി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഫുള്ളി മിനി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്കാണിത്. അപ്പൊ ഇതിന് മെറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷ് ആണ് നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പൊ ആ ഒരു സൈറ്റിൽ ഇട്ട് ചെയ്യാതെ ഫുള്ളി ഫാക്ടറി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണിത്. അപ്പൊ ആ ഒരു ഫിനിഷിങ് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിന്റെ ജിപ്സ സീലിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനെയാണ് ജിപ്സ സീലിംഗ് ഒക്കെ കൊടുത്ത് ഈ ഒരു ലിവിംഗ് ഡൈനിങ് ഏരിയ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതി നോബിൾ സാറ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണിത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ, റിനോവേഷൻ പ്രൊജക്റ്റുകൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ എന്റെ നമ്പർ ഉണ്ട്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഡൈനിങ് ഏരിയ എന്നുള്ള വ്യൂ ആണ് ഈ ഒരു കാണുന്നത്. ഈ സൈഡിൽ സ്റ്റോറേജ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഫുള്ളി നമ്മളിപ്പോ ക്ലീനിങ് വർക്ക് നടക്കുവാണ് സൈറ്റിൽ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. കാരണം വെച്ചാൽ സ്റ്റിക്കറൊക്കെ ഇളക്കുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ റിനോവേഷൻ പ്രോജക്റ്റ് ആണിത്. അപ്പോൾ ഓൾറെഡി അവിടെ താമസിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ടുള്ള സൗകര്യം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ സമയത്ത് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.